ഹലോ ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പൊ ഇന്ന് നമ്മുടെ ജിത്തുമോന് കൊടുക്കുന്ന ഒരു ബർത്ത്ഡേ സർപ്രൈസ് ആണ് കേട്ടോ. ഇന്ന് രാവിലെ അനന്ത് വന്നിട്ടോ രണ്ടുപേരെയും സ്കൂളിൽ കൊണ്ടാക്കിയത്. അതിന്റെ പുറകിൽ വേറെ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് പിന്നെ പറയാം. അവന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ ഈ രണ്ട് ചേട്ടന്മാരും വരുമെന്ന് ഒരിക്കലും അവൻ പ്രതീക്ഷിക്കില്ല. വീട്ടിൽ അലങ്കരിക്കാനുള്ള സാധനങ്ങളും മറ്റും വാങ്ങിക്കൊണ്ട് പോകുന്ന പോക്കാണ് രണ്ടുപേരും. ബിച്ചുവിനെ സ്കൂളിൽ നിന്നും ഉച്ചയ്ക്ക് തന്നെ ശ്രുതിയും അനന്തവും കൂട്ടിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതൊന്നും അറിയാതെ പാവൻ ജിത്തുമോൻ സ്കൂളിൽ നിന്ന് പുറക്കം തൂങ്ങുന്നുണ്ടാവും. അങ്ങനെ അനന്തവും ശ്രുതിയും മാളുവും വിച്ചുവും ഒരു വണ്ടിയിലും നന്ദുവും അഭിയും മറ്റൊരു വണ്ടിയിലും ഞാനും ചേച്ചിയും കേക്കുമായി വേറൊരു വണ്ടിയിലുമായി വീട്ടിലേക്ക് യാത്ര തിരിച്ചു. എല്ലാവരെയും കാത്ത് എന്റെ അച്ഛനമ്മയും വീട്ടിൽ നോക്കിയിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ചേർന്ന് വണ്ടിയിൽ നിന്നും സാധനങ്ങളെല്ലാം ഇറക്കിയതിനു ശേഷം ഡെക്കറേറ്റ് ചെയ്യാനുള്ള പണിപ്പുരയിലേക്ക് അങ്ങ് കടന്നു. അങ്ങനെ അലങ്കരിക്കാനുള്ള വസ്തുക്കളെടുത്ത് അവരവരുടേതായ ഐഡിയയിൽ ഓരോരുത്തരും ഓരോ കാര്യങ്ങളും ചെയ്തു തുടങ്ങി. തെർമോകോൾ ബോൾസ് എടുത്ത് നനഞ്ഞ കുപ്പിയിലിട്ട് അത് ബലൂണിന്റെ അകത്തേക്ക് കയറ്റാനുള്ള ശ്രമം നടത്തിയ അഭിയാണ് എന്റെ ഹീറോ. ഏതായാലും ആ ശ്രമം വിജയിച്ചു കേട്ടോ. നന്ദുവിന് പിന്നെ അമിതാഭ് ബച്ചന്റെ പൊക്കമായതുകൊണ്ട് പല സ്ഥലങ്ങളിലും സ്റ്റൂൾ ഉപയോഗിക്കേണ്ടി വന്നില്ല. ഇവിടെ ഇപ്പൊ എന്തൊക്കെ നടന്നാലും എനിക്ക് കുഴപ്പമില്ല, എനിക്ക് ക്രിക്കറ്റ് കണ്ടേ പറ്റുള്ളൂ എന്ന് അച്ഛൻ. ഞാനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ക്ലോക്കിലേക്ക് നോക്കി സമയവും ഓർമ്മിപ്പിക്കുന്നുണ്ടായിരുന്നു. ജിത്തുമോന്റെ കൊച്ചിലെ മുതലുള്ള കുറെ ഫോട്ടോസ് എല്ലാം പ്രിന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം നൂലിൽ കോർത്ത് കെട്ടിയിടാനുള്ള പ്ലാനിങ്ങിലായിരുന്നു അഭിയും ശ്രുതിയും. അതവിടെ നടക്കുന്നതിനിടയിൽ മാളവും വിച്ചുവുമാണെങ്കിൽ ഡാൻസ് പ്രാക്ടീസ് ചെയ്യുകയാണ്. അതിന്റെ ഇടയിൽ അമ്മ കുറെ വട്ടയപ്പവും പഴംപൊരിയും ഒക്കെ ഉണ്ടാക്കി മേശപ്പുറത്ത് കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിച്ച കളിചിരിയും വർത്തമാനങ്ങളും ജിത്തുമോനെ കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് കുറെ നേരം അങ്ങനെ പോയി. ദാസേട്ടനാണ് ജിത്തുമോനെ സ്കൂളിൽ നിന്നും പിക്ക് ചെയ്യാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. ഏതായാലും കുറച്ച് വൈകി വന്നാൽ മതിയെന്നാണ് ഞങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഇവിടത്തെ അലങ്കാരങ്ങളും കാര്യങ്ങളെല്ലാം കഴിയുമ്പോഴത്തേക്കും വന്നാൽ മതിയല്ലോ. ഇനി ഏത് നിമിഷവും ജിത്തുമോൻ കയറി വരാം. അപ്പോ ഇതിന്റെ ഫുൾ വീഡിയോ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടേ. ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കയറി കണ്ടേക്കണേ.